ഹലോ ഗൈസ്, പറയ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ? വെൽക്കം ആനെ. അയ്യോ, ഇതിൻ്റെ ഒരു വീഡിയോ. ഇതെന്റെ കുട്ടിയുടെ വാള എവിടെ? വാള കാണിച്ചു കൊടുത്ത വാള എവിടെ? ഇതെന്താ കളറ്? ഇതെന്താ കളറാ? ഇതെന്ത് കളറാ? പറയ്. പിങ്ക്. പിങ്ക് അല്ല, പിങ്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പറഞ്ഞു പഞ്ഞു പഞ്ഞു പഞ്ഞു. ചുന്തിരി പെണ്ണിൻ്റെ പല്ല് കാണിച്ചു കൊടുത്ത പല്ല് ഈ പല്ല് കാണിച്ചു കൊടുത്ത. എവിടെ 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 ഇവിടെ? എത്ര പല്ലുണ്ട്? അയ്യില്ലേ? നേരെ പാട്. കൂടിയവര് ബാക്കിയോ? ബാക്കി പാട്. പാട്. അയ്യോ, കാക്കയെ പറ്റിച്ചേ. എന്താ എന്താ എന്താ? ഇതാരാ? നാനു എവിടെ? നാനു എവിടേക്കാ പോയേ? എവിടിച്ചാ പോയി? അയ്യോ, എന്തൊക്കെയാ കാട്ടിക്കൂട്ടല് പെണ്ണിന്റെ കാട്ടിക്കൂട്ടൽ. ആ സത്യാ? എന്താ ചെയ്യണ പൊന്നാ? മുരിങ്ങയൊക്കെ. അയ്യോ, അമ്മ ആക്കാവായോ? ഇതെന്താത്? നുഞ്ഞേ എങ്ങനെയാക്കുക? നമുക്ക് മുരിങ്ങ നന്നാക്കാല്ലേ? അയ്യ, നേരെ പൊട്ടിച്ചെറിഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ എങ്ങനെ ആക്കുക? നമ്മുടെ കയ്യിൽ ഫോണോ? കുട്ടി അവിടെ വെച്ച അമ്മ ചെയ്യാം. ഞാൻ ചെയ്യണ്ടേ. അപ്പം നമുക്ക് മുരിങ്ങയൊക്കെ നന്നാക്കി മുരിങ്ങ കൂട്ടാൻ വെക്കാം. എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങയുടെ ഇല കഴിക്കാൻ. നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഞാൻ ഒത്തിരി മുരിങ്ങയുടെ ഇല കഴിച്ചിട്ടുണ്ട്, പാലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇത് തേങ്ങ അരച്ചിട്ട് വെക്കുന്നതെന്നല്ല എനിക്ക് കൂടുതലും ഇഷ്ടം. വെറുതെ പച്ചമുളക് കയറ്റിയിട്ട് ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കില്ല, ആ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ആ ഒരു കൂട്ടാൻ മാത്രം ഉണ്ടായാൽ മതി, നമുക്ക് ഒരു പാത്രം ചോറ് കഴിക്കാം. ഞാനിത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് വെറുതെ മുരിങ്ങയില കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പൊട്ടിച്ച് ഊരിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഒരാവശ്യത്തിന് നമ്മൾ തൃശ്ശൂർ റൂട്ട് കൂടെ പോകേണ്ട ആവശ്യം വന്നിരുന്നു കേട്ടോ. അപ്പോൾ അകമല അമ്പലത്തിൽ കയറി തിരിച്ച് വരുന്ന വഴിക്ക് അന്നദാനം കഴിച്ചു. അന്നദാനം എൻ്റെ ഫേവറേറ്റാണ്. ഒരുപാട് കുറേ തരം കറികളൊന്നുമില്ലെങ്കിൽ ഈ ഒരു ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ 4 മണിക്ക് കുറച്ച് അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അമൃതം പൊടിയുടെ ആ ഒരു ഫ്ലേവർ ഭയങ്കര രസമാണ് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഈ അടയിൽ മുൻപന്തിയിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലാണെങ്കിൽ കുറേ ഇരുമ്പാമ്പുളി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് അതൊക്കെ വീണ് പഴുത്ത് പോകുന്നുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നത് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ഇരുമ്പാമ്പുളിയൊക്കെ പൊട്ടിച്ചു. അതൊക്കെ കഴിഞ്ഞ് നേരെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ പണിയിലേക്ക് കടന്നു. സൈനക്കുട്ടി സ്കൂളിലൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. കുറേ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കൊള്ളാത്തതും വേണ്ടാതെ വെച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ബാഗിൽ ഫുള്ള് നിറച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഈ ഒരു ഷർട്ട് പുതിയ ഓൺലൈനിൽ എടുത്തതാണ്. ഒരേ ഒരു തവണ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് എലിയൊക്കെ കടിച്ചു. എലിയാണോ അതോ കൂറയാണോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷെ പുതിയ ഷർട്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഒരു തവണ മാത്രമേ ഇടാൻ പറ്റിയിട്ടുള്ളൂ. ഇങ്ങനെ ഈ കളറ് കാണുന്ന പോലെ ഇല്ല കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിടാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ഷർട്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, എടുക്കാണ്ട് അങ്ങനെ സൂക്ഷിച്ച് എടുത്ത് വെച്ചിട്ടാണ്. പക്ഷെ ഇത്രയും പണി കിട്ടുമെന്ന് അറിഞ്ഞിരുന്നില്ല. സൂക്ഷിച്ച് എടുത്ത് വെച്ചാലും പണി കിട്ടുമെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അപ്പോൾ അതായത് പുതിയതൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇട്ടിട്ട് നാശമാക്കുകയാണല്ലേ നല്ലത്.
2, 3 ഡ്രസ്സുകൾ ഇതേപോലെ കൂറ കടിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. ഒക്കെ പുതിയ പുതിയ ഡ്രസ്സുകളാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടം. പിന്നെ ഇതാ കൂറ ഗുളികയൊക്കെ വാങ്ങിച്ച് നമ്മൾ ആ ഷോക്കേസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ട്ടോ പിന്നെ തുണികളൊക്കെ അടുക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്താണല്ലേ നമ്മൾ എടുത്ത് സൂക്ഷിച്ച് എടുക്കാണ്ട് വെച്ചിട്ടും അത് നാശമായി പോവുക എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം. അതും ഒരേ ഒരു തവണ മാത്രമേ ഇടാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ ഇട്ടിട്ടിട്ട് പഴകിയതാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഭയങ്കര ഒരു സങ്കടം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് അടിക്കണം എന്ന് തോന്നിയാൽ മാത്രം ഞാൻ ഈ മെഷീൻ കൈകൊണ്ട് തൊടാറുള്ളൂ. അതിപ്പോൾ കൊല്ലത്തിലായാലും മാസത്തിലായാലും എപ്പോഴായാലും അടിച്ചാൽ അടിച്ചുകൊണ്ടേയിരിക്കും. ഒരു 10 തലയണ കവറൊക്കെ ചിലപ്പോൾ ഒന്നിച്ചടിക്കും. ചില സമയത്ത് തൊടുക തന്നെയില്ല. അതാണ് അവസ്ഥ. പക്ഷേ അതിലാകെ എന്താ പറയുക, നമ്മുടെ ഈ മണ്ണ് കട്ട പിടിച്ച് പൊറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും ഞാൻ എണ്ണയൊക്കെ ഇട്ട് നീറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പറയുന്ന പോലെ ചില ടൈമിലാണ് ഒരു ബോധോദയം ഉണ്ടാവുക. ആകെ ക്ലീൻ ചെയ്യണമെന്നും വൃത്തിയാക്കണം എന്നൊക്കെ ഇടയ്ക്കൊരു ബോധോദയമാണ് കേട്ടോ. അപ്പോൾ അന്ന് ഭയങ്കര പണിയായിരിക്കും. ഇപ്പം മിഷൻ തൊടാനുള്ള കാരണം എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒതുക്കുമ്പോൾ അതിൽ ഒരുപാട് ഷെയ്പ്പ് ചെയ്യാനുള്ള ഡ്രസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മിഷീനൊന്ന് നോക്കിയത്. പക്ഷെ അതെനിക്ക് തയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ അവിടെയും ഇവിടെയും കട്ട പിടിച്ചിട്ടും ഒരുപാട് നാശമായ പോലെ ഉണ്ടായിരുന്നു, മാറാല പിടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു. അതോടൊപ്പം തന്നെ 2, 3 കിടക്ക കവറൊക്കെ അടിച്ച് ഡ്രസ്സൊക്കെ ഷേപ്പാക്കി അങ്ങനെ അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു മണ്ണല്ല കല്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ രാത്രി അടിപൊളി കണ്ണിമാങ്ങ അച്ചാർ കൂട്ടിയിട്ടായിരുന്നു കേട്ടോ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കടുകൊക്കെ അരച്ച് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. തനുക്കുട്ടിക്ക് കുറച്ച് മാങ്ങ മുറിച്ച് ഉപ്പിലിട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത്, അവർക്ക് സ്കൂളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷം. പുതിയ വീഡിയോ ആയിട്ടും വരും വരെ ബായ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.